റീനു, തന്റെ മനസ്സിലുള്ള തുറന്നു പറയാൻ സമയമായിരിക്കുന്നു. Now tell me. ഒരാള് പോലും ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കണ്ടേ എന്റെ രേണു, എന്ത് നീ കാണിച്ചു കൂട്ടുന്നെന്ന് ചോദിച്ചിട്ടില്ലേ? ഇത് തീർന്നില്ലേ? ബന്ധുക്കളുമായിട്ട് ഞാൻ കോണ്ടാക്ട് ഇല്ല. പൊതുവെ ഞാൻ കോൾ ചെയ്യാറില്ല, സംസാരിക്കാറില്ല. വാട്സപ്പിൽ പോലും ആരുടെയും കോണ്ടാക്ട് ഇല്ല. മോശമായിട്ടൊക്കെ ആൾക്കാർ പറയുമ്പോൾ അവർക്കെതിരെ ഇപ്പം കേസ് കൊടുക്കണം, അങ്ങനെ ഒരു ഫീൽ ഒന്നും തോന്നിയില്ല? ഇതിനു മുന്നേ എത്ര പേർക്ക് കേസ് കൊടുക്കണം? ജീവിക്കണ്ടേ സാറേ? മെയ് അനങ്ങാതെ ജീവിക്കണം. ഇപ്പൊ താങ്കൾ അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ച് പലയിടത്തും ഉപയോഗിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ദേവി, ഇത് അങ്ങനെയുള്ള പരിപാടികൾ നിർത്തിക്കൂടെ? അദ്ദേഹം മരിച്ചു പോയില്ലേ? സൗകര്യമില്ല. കലാകാരനാണ്, എന്റെ ഹസ്ബൻഡാണ് അത്. ദേവി, ഇത് രേണു സത്യസന്ധമായിട്ടുള്ള ഉത്തരങ്ങൾ നമ്മളോട് പറയണം. ഞാൻ ഇത്രയും ദിവസം പറഞ്ഞത് സത്യസന്ധമായിട്ട് തന്നെയാണെന്നാണ് എന്റെ വിശ്വാസം. വേൾഡിൽ ഇതുപോലെ ഒന്നേ ഉള്ളൂ. ഇവളെ ഉണ്ടാക്കിയ ശേഷം പടച്ചോനെ അച്ഛൻ ഉടച്ചു കളഞ്ഞു. ഇവളെ തർക്കശാസ്ത്രത്തിൽ PhD എടുത്തവളാണ്, പറഞ്ഞു ജയിക്കാൻ പറ്റൂല. ബിഗ് ബോസ് മലയാളം സീസൺ 7 കയറിക്കൂടാനുള്ള അതിന് വേണ്ടിയുള്ള കോമാളിത്തരങ്ങളാണ് രേണു ഇപ്പോൾ കാണിച്ചു കൂട്ടുന്നതെന്ന് പറഞ്ഞാൽ ഉത്തരം പറ. അത് അതിന് വേണ്ടിട്ട് ഞാൻ കയറിക്കൂടാ? ഞാൻ എന്തിനാണ് കോമാളിത്തരം? അപ്പൊ കോമാളിത്തരം കാണിക്കുന്നവരെയാണോ അതിനകത്ത് കയറുന്നത്? എനിക്കറിയത്തില്ല. നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. ഞാനത് ചോദിക്കരുതായിരുന്നു. നെഗറ്റീവ് കമന്റുകളോട് പ്രണയം തോന്നുന്ന തരത്തിൽ ഒരു സൈക്കോ മൈൻഡാണ് രേണു സുധിക്കുന്നത് ഞാൻ പറഞ്ഞാൽ. തീർച്ചയായിട്ടും. Don't make me a fool. Don't ask foolish questions, okay?